വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. കർണാടകയിൽ ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് 5 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസ് ആയിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇതിൽ എടുത്ത് പറയുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു അത് ഈ മാസം 15-ാം തീയതി വരെ ഉള്ളൂ എന്നാണ്. ഉടുപ്പിൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻറ്റ് 2025. UCSL Malpay Karnataka, a wholly owned subsidiary of Cochin Shipyard Limited (CSL), is inviting online applications from Indian citizens for the post of office assistant. അതായത് ഇന്ത്യൻ പൗരന്മാർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. UCSL is looking to fill 8 vacancies on a fixed term contract basis. ആകെ മൊത്തം 8 വേക്കൻസീസ് ആണ്. The minimum qualification required is a bachelor's degree in arts other than fine arts, science or computer applications with at least 60% marks from a recognized university, along with a minimum of 2 years of post-qualification experience. The application process is entirely online, and the registration and application window will be open from 15 February 2025. Means it's the application window it's already ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മാർച്ച് 17 വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ നെയിം ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് UCSL, എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, മിനിസ്ട്രി ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് മോട്ടോർവേസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ഒരു അണ്ടറിലാണ്, അതിൻ്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. ജോബ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ജോബാണ്. 5 വർഷത്തെ ഫിക്സ്ഡ് ടേം ഒരു കോൺട്രാക്റ്റ്. അവർ പറയുന്ന ആ ഒരു ടൈം വരെ നമ്മൾ വർക്ക് ചെയ്ത് മന്ത്ലി സാലറി നമുക്ക് കൺസോളിഡേറ്റഡ് പേ ആണ്. ഓരോ വർഷം തോറും നമുക്ക് ഒരു സാലറിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഫിക്സ്ഡ് ടേം കോൺട്രാക്ട് ബേസിസ് ആണ്. പോസ്റ്റ് നെയിം ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു നിയമനം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. വേക്കൻസി നോട്ടിഫിക്കേഷൻ റെഫറൻസ് നമ്പർ UCSL/IMS/HR/VN/F/11 REN/2/OA/2025/33 dated 15 February 2025. ഓൾറെഡി ഇത് പോസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വിൻഡോ 15 ഫെബ്രുവരി തൊട്ടേ ഓപ്പൺ ആയിരിക്കുകയാണ്. ആകെ മൊത്തം 8 വേക്കൻസീസ്. മാൽപ്പേയിൽ കർണാടകയാണ് ജോബ് ലൊക്കേഷൻ. കർണാടകയിലെ മാൽപ്പേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. സാലറി ബിറ്റ്വീൻ 25,000 to 27,150. അപ്ലൈ മോഡ് ഇസ് എൻറ്റയർലി ഓൺലൈൻ ആസ് മെൻഷൻഡ് ഏർലിയർ. കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇത് കമൻസ് ചെയ്തത് 15 ഫെബ്രുവരി ആണെന്ന് നേരത്തെ പറഞ്ഞതാണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഈ വരുന്ന മാർച്ച് 17-ാം തീയതി വരെ സമയമുണ്ട്. ഇനി ഇതിൻ്റെ ആകെ മൊത്തം 8 സീറ്റിൽ അൺറിസർവ്ഡിന് 5, സ്കെഡ്യൂൾഡ് കാസ്റ്റിന് 1, OBC-കാർക്ക് 2, ജനറൽ കാറ്റഗറിക്ക് 2. ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് OBC ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സിന് ഒരു ഏജ് 31 വയസ്സായാൽ പിന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. മാക്സിമം ഏജ് 30 ഇയേഴ്സാണ് ജനറൽ. OBC-ക്ക് 3 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. SC/ST-ക്ക് 35 ഇയേഴ്സ്. എക്സ് സർവീസ്മെനും PWBDക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസ് ഗൈഡ് ലൈൻസ് പ്രകാരമായിരിക്കും ഏജ് ലിമിറ്റ് നിശ്ചയിക്കുക. പക്ഷേ അത് 45 വയസ്സിന് മുകളിൽ പോകാൻ പാടില്ല. ഫസ്റ്റ് ഇയർ 25,000, സെക്കൻഡ് ഇയർ 25,510, തേർഡ് ഇയർ 26,040 പെർ മന്ത്, ഫോർത്ത് ഇയർ 26,590 പെർ മന്ത്, ഫിഫ്ത്ത് ഇയർ 27,150 പെർ മന്താണ് നമ്മുടെ ശമ്പളം എന്ന് പറയുന്നത്. ഇനി ഓഫീസ് അസിസ്റ്റൻറ്റ് എലിജിബിലിറ്റി ആണെങ്കിൽ എസെൻഷ്യൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ഓർ എനി അതർ സബ്ജക്ട് സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിത്ത് എ മിനിമം ഓഫ് 60% മാർക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഫൈൻ ആർട്സ് ഒഴിച്ചുള്ള ബാക്കി ഏത് സബ്ജക്റ്റും ഓക്കെയാണ്. എക്സ്പീരിയൻസ് മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം. നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് മേഖലയിലോ അല്ലെങ്കിൽ ഷിപ്പ് യാർഡുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് കമ്പനീസിലോ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷനിലോ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിലേക്ക് കിടക്കുകയാണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ OBC ആപ്ലിക്കൻസ് 300 രൂപ പേ ചെയ്യേണ്ടതാണ്. ജനറലും പേ ചെയ്യണം, OBC-യും പേ ചെയ്യണം. അത് ഫീയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് SC/ST-യും PWBD-യാണ്. അവർ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫീ ആണ്. പേ ചെയ്യുന്നവർ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ UPI വഴി പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ലൈക്ക് PSC വി ആർ ഡൂയിങ് വിത്ത് PSC വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം SAP എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ അവൈലബിൾ ആയിരിക്കും.
അപ്പം നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത്, യൂസർ ഐ ഡി ഓൾസോ മീൻസ് രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൽ അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, റിസർവേഷൻ കാറ്റഗറി എല്ലാം, പിന്നെ റീസെൻ്റ് ആയിട്ട് എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും, പിന്നെ പേ ചെയ്ത ആപ്ലിക്കേഷൻ ഫീ ഫില്ല് ചെയ്തതിന് ശേഷം എല്ലാ നമ്മൾ ഒരു വെരിഫൈ ചെയ്ത് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് ഒന്നുകൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി കൃത്യം ഒരാഴ്ച കൂടി ബാക്കിയുണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഡിഗ്രി ക്വാളിഫിക്കേഷൻ 60% ഉള്ളവരെ ട്രൈ ചെയ്യണം. സോ ഓൾ ദി ബെസ്റ്റ്.